ക്രിമിനൽ സംഘങ്ങൾ പോലീസ് യൂണിഫോമിലെത്തി തട്ടിക്കൊണ്ടുപോകുന്നതും ആക്രമിക്കുന്നതുമൊക്കെ ചില സിനിമകളിൽ കണ്ടിട്ടുണ്ട്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് സിനിമാ സ്റ്റൈലിൽ മധ്യവയസ്കനെ തട്ടിക്കൊണ്ടുപോയ സംഭവമുണ്ടായി. പാവൂരിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അബ്ദുൾ റഹ്മാനെയാണ് വെള്ളിയാഴ്ച രാത്രി ഒരു സംഘം കാറിൽ കയറ്റിക്കൊണ്ടുപോയത്. എന്നാൽ അക്രമികളെ പിന്തുടർന്ന പോലീസ് മധ്യവയസ്കനെ സാഹസികമായി രക്ഷപ്പെടുത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യ സൂത്രധാരൻ ഉൾപ്പെടെ 4 പേരെ അറസ്റ്റ് ചെയ്തു. പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് കലാശിച്ചതെന്നാണ് സൂചന. മഞ്ചേശ്വരം പാവൂരിൽ നിന്നും മധ്യവയസ്കനെ ഒരു സംഘം സിനിമാ സ്റ്റൈലിൽ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി. സംഘത്തെ പിന്തുടർന്ന മഞ്ചേശ്വരം പോലീസ് ഇയാളെ സാഹസികമായി രക്ഷപ്പെടുത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് സംഘാംഗങ്ങളായ 4 പേരെ അറസ്റ്റ് ചെയ്തു. പാവൂർ കുണ്ടാപ്പുലെ അബ്ദുൽ ഗഫൂർ, മച്ചമ്പാടിയിലെ അബൂബക്കർ അനസ്, കയർക്കട്ടയിലെ മുഹമ്മദ് സിയാബ്, കർണാടക ബണ്ട്വാലിലെ മുഹമ്മദ് റഫീഖ് എന്നിവരെയാണ് മഞ്ചേശ്വരം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കർണാടകയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. പാവൂർ കൊമ്പുംകുഴിയിൽ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അബ്ദുൾ റഹ്മാനെയാണ് വെള്ളിയാഴ്ച രാത്രി സിനിമാ സ്റ്റൈലിൽ സംഘം തട്ടിക്കൊണ്ടുപോയത്. പോലീസ് യൂണിഫോംധാരികളും ഒരു സ്ത്രീയും ഉൾപ്പെടുന്ന സംഘമാണ് തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തിൽ അബ്ദുൾ റഹ്മാന്റെ ഭാര്യ താഹിറുടെ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് അന്വേഷണം നടത്തുകയും സംഘത്തെ പിന്തുടർന്ന് അതിസാഹസികമായി പിടികൂടുകയുമായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അബ്ദുൾ റഹ്മാന്റെ മകന്റെ കച്ചവടത്തിന് വേണ്ടി പ്രതികളിൽ ഒരാളായ അബ്ദുൽ ഗഫൂറിന്റെ സഹോദരിയുടെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും തിരിച്ചു നൽകാത്തതിനെ തുടർന്ന് പ്രതികൾ ആസൂത്രണം നടത്തി അബ്ദുൾ റഹ്മാനെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. മൈസൂരുവിലേക്കാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഇവിടെ നിന്നും തിരിച്ചു വരവെയാണ് സംഘത്തെ പോലീസ് പിടികൂടുകയും അബ്ദുൾ റഹ്മാനെ രക്ഷപ്പെടുത്തുകയും ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.